സൈലം ലേണിംഗ്. അരുണിമ മിസ്സാണ്. എന്റെ കുട്ടികളൊക്കെ എക്സാമിന്റെ ചൂടിലായിരിക്കുമെന്ന് മിസ്സിന് അറിയാം. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം അറിയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എല്ലാ ഓർഗാനിസംസും അല്ലെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ എന്തുണ്ട്, മരണം എന്നുള്ള ഒരു ഫാക്ടർ ഉണ്ട് എന്നുള്ളത് അല്ലെ. അതിനുശേഷം ഒരു ഓർഗാനിസം മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികളോ അതേപോലെ തന്നെ ധാന്യങ്ങളോ ഇതൊക്കെ നമ്മൾ മണ്ണിലേക്കോ എവിടേക്കെങ്കിലും വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രൂപത്തിലല്ല അല്ലെ കാണുന്നത്. അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ക്രമേണ ഇങ്ങനെ ദ്രവിച്ച് പോകുന്നതായിട്ട് നിങ്ങൾ കാണാറുണ്ട്. അപ്പൊ ഇതിന് പിന്നിലുള്ള ആളാരാണെന്ന് എന്റെ മക്കൾക്ക് അറിയാവോ? അതാണ് നമ്മുടെ വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ്. ഇന്ന് മിസ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നതും ഈ വിഘാടകരെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാവർക്കും വീഡിയോയിലേക്ക് നേരെ പോകാം. അപ്പൊ മക്കളെ നോക്കിയേ, നിങ്ങൾക്ക് ഇവിടെ 2 ചിത്രങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. ഒന്നാമത്തത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പച്ച നിറത്തിലുള്ള ഇലയാണ്. അതേസമയം രണ്ടാമത്തെ ചിത്രത്തിൽ കാണുന്നത് എന്താണ്, തവിട്ട് നിറത്തിലുള്ള അല്ലെ ദ്രവിച്ച ഒരു ഇലയാണ്. ചെടിയിൽ ഉണ്ടാകുന്ന സമയത്ത് നല്ല പച്ച നിറത്തിൽ നമ്മൾ കണ്ട ഇല അത് ഞെട്ടറ്റ് താഴെ വീഴുന്ന സമയത്ത് അല്ലെ പിന്നീട് അതെന്ത് ചെയ്യണം, അതിന്റെ നിറം മാറി പിന്നീട് ഈ ഒരു രീതിയിൽ ദ്രവിച്ച രീതിയിൽ കാണപ്പെടുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു പ്രവൃത്തി നടക്കുന്നതിന് കാരണമായിട്ടുള്ള ആളുകളാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. സോ ആരാണ് ഈ ഡീകമ്പോസേഴ്സ്? ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന അല്ലെ, ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ചതിന് ശേഷം മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മ ജീവികളെയാണ് നമ്മൾ വിഘാടകർ എന്ന് പറയുന്നത്. അപ്പൊ ഈ വിഘാടകർ എന്ന് പറയുന്ന ആളുകൾ സൂക്ഷ്മ ജീവികളാണ്. മാത്രമല്ല അവരെന്ത് ചെയ്യാണ്, നമ്മുടെ ജൈവാവശിഷ്ടങ്ങളെ, പ്ലാസ്റ്റിക്കിനെ ഇവർക്ക് വിഘടിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, പ്ലാസ്റ്റിക് ഒന്നും വിഘടിപ്പിക്കാൻ പറ്റത്തില്ല. ജൈവാവശിഷ്ടങ്ങൾ അല്ലെ, ജൈവാവശിഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പെടാം? ചപ്പ് ചവറുകൾ വരാം, അതായത് ഇലകള്, അതേപോലെ തന്നെ മരത്തിന്റെ തടികള്, ഇതൊക്കെ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ, മരിച്ചു കഴിഞ്ഞ ജീവികളുടെ അവശിഷ്ടങ്ങള്, എല്ലുകള്, അതേപോലത്തെ കുറേ ശരീരഭാഗങ്ങളൊക്കെ ഉണ്ടാവത്തില്ലേ, അങ്ങനത്തെ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിക്കുന്ന ആളുകളാണ് വിഘാടകർ എന്ന് പറയുന്നത്. വിഘാടകരുടെ പ്രവർത്തന ഫലമായി നടക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, വിഘാടകരല്ലേ ഈ പറയുന്ന ജൈവാവശിഷ്ടങ്ങൾ ഇങ്ങനെ വിഘടിപ്പിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് റിലീസ് ചെയ്യുന്നു, പോഷകഘടകങ്ങൾ അല്ലെ, പോഷകഘടകങ്ങൾ, ഈ ന്യൂട്രിയൻസ് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യപ്പെടുന്ന ന്യൂട്രിയൻസ് തിരിച്ച് മണ്ണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കാരണമാകുകയും ചെയ്യുന്നത് ആരാണ്? ഈ വിഘാടകർ തന്നെയാണ് അല്ലെ. അതായത് നിങ്ങൾക്കറിയാം, ഇപ്പൊ ഒരു മനുഷ്യ ശരീരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ ഒരുപാട് മൂലകങ്ങൾ ഉണ്ട് അല്ലെ. നൈട്രജൻ ഉണ്ട്, കാൽസ്യം ഉണ്ട് അല്ലെ, എല്ലുകളിൽ എന്തുണ്ട്, കാൽസ്യം ഉണ്ട്, അതേപോലെ തന്നെ അയേൺ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് പോഷകഘടകങ്ങൾ അല്ലെ, ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലുണ്ട് അല്ലെ. അപ്പൊ ഒരു ഓർഗാനിസം മരിക്കുന്ന സമയത്ത് ഈ ന്യൂട്രിയൻസ് മുഴുവൻ പോവുകയാണെങ്കിൽ പിന്നീട് ഇവിടെ എന്താണ്, ആവശ്യമായിട്ടുള്ള പോഷകഘടകങ്ങൾ ഉണ്ടാവുമോ? ഇല്ല അല്ലെ. അപ്പൊ എന്താ ശരിക്കും സംഭവിക്കുന്നത്, ഒരു ഓർഗാനിസം മരിക്കുന്ന സമയത്ത് ഈ വിഘാടകർ ഇതിൽ പ്രവർത്തിച്ചിട്ട് ഈ പറയുന്ന മൂലകങ്ങളൊക്കെ എന്ത് ചെയ്യും, തിരിച്ച് മണ്ണിലേക്ക് തന്നെ എത്തും അല്ലെ. അപ്പൊ വിഘാടകർ ഉള്ളത് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് എന്താണ്, ന്യൂട്രിയൻ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു അല്ലെ. ന്യൂട്രിയൻ സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മുടെ പോഷകഘടകങ്ങൾ തിരിച്ച് മണ്ണിലെത്താൻ ഇവർ സഹായിക്കുന്നുണ്ട്. ജൈവാവശിഷ്ടങ്ങളെ മണ്ണാക്കി മാറ്റുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതുന്ന സമയത്ത് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, മറന്നു പോവാതെ തന്നെ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണാം അല്ലെ, ഡീകമ്പോസേഴ്സ് ദാറ്റ് ആർ ക്യാരി ഔട്ട് ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ. ദേ ക്യാൻ ബി അല്ലെ, ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്, പ്രോട്ടിസ്റ്റ് ഉണ്ട്, ഇൻസെക്ട്സ് ഉണ്ട്, വേംസ് ഉണ്ട് അല്ലെ. ചില വേംസുകളെയും പുഴുക്കളെയും നമ്മൾ എന്ത് പറയാറുണ്ട്, ഈ പറയുന്ന ഡീകമ്പോസേഴ്സ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് അല്ലെ. ഈ പുഴുക്കൾ എന്ത് ചെയ്യും, അവശിഷ്ടങ്ങളെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാൻ അല്ലെ, ചെറിയ ചെറിയ ലഘു കഷ്ണങ്ങളാക്കാൻ സഹായിക്കുന്നതാണ് ആര്, ഈ പറയുന്ന പുഴുക്കളൊക്കെ എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് എന്ത് ചെയ്യാം, വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സിൽ ഉൾപ്പെടുത്താം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡീകമ്പോസേഴ്സ് ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നേനെ എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. അപ്പൊ ഡീകമ്പോസേഴ്സ് ഇല്ല ഈ പ്രകൃതിയിലെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടെ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടും അല്ലെ, ദുർഗന്ധം വമിക്കും. കാരണം എന്താണ്, ഒരുപാട് മാലിന്യങ്ങൾ അല്ലെ. മാലിന്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ നമുക്ക് പറയാം, ജൈവ മാലിന്യങ്ങൾ അല്ലെ, പച്ചക്കറികളുടെ വേസ്റ്റ്, ഇതൊക്കെ ഈ മണ്ണിൽ ഒരുപാടാവും. അപ്പൊ ഭയങ്കര സ്മെല്ലായിരിക്കും. അതേപോലെ തന്നെ ന്യൂട്രിയൻ സൈക്കിൾ അല്ലെ, പറയുന്ന പോഷകഘടകങ്ങളൊന്നും മണ്ണിൽ ആവശ്യമുള്ളത്ര ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സസ്യങ്ങളൊന്നും വളരത്തില്ല. സസ്യങ്ങളില്ലാതായ ഈ ലോകം തന്നെ നശിച്ചു പോകത്തില്ലേ?
നശിച്ചു പോകും അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.